ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുമല്ലേ? ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ വേസ്റ്റ് തുണിയിൽ നിന്നും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കൂട്ടത്തിൽ കുറച്ച് വലുപ്പമുള്ള തുണിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വലുപ്പമുള്ള തുണി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ലേ, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരൊറ്റ വലിയ തുണിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആവശ്യമായ തുണി കട്ട് ചെയ്തെടുത്തു, ഒരു ദീർഘചതുരത്തിൽ കട്ട് ചെയ്തെടുത്തു. താഴെ ഭാഗം ഇതേപോലെ മടക്കി അടിച്ചു, എന്നിട്ട് ഇതേപോലെ 3 ഭാഗവും കൂടെ അടിച്ചു കേട്ടോ. ഓൾറെഡി എൻ്റെ ഒരു സൈഡ് ജോയിൻ്റ് ആയിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന കോണ് ഭാഗമില്ലേ, ആ ഒരു കോണിനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം അളവെടുക്കുക. ഞാനൊരു 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടത്. 2 സൈഡിലും ഇതേപോലെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരൊരു വര വരച്ചു. ആ ഒരു വരയിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു കോണ് ഭാഗമില്ലേ, അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ രണ്ടാമത്തെ ഭാഗവും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു അളവ് തന്നെ എടുത്തു. ഞാൻ 3.5 എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ 3.5 എടുത്തു, നേരെ ഒരു വര, എന്നിട്ട് 2 സ്റ്റിച്ച് അവിടെ കൂടെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് കഴിയുന്നു ഞാനും പ്രതീക്ഷയില്ല കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിടുക, എന്നിട്ട് കോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് എന്തിനാണോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ മിഷീൻ്റെ ഒരു കവറാണ് ആക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, അടിപൊളിയാണോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ, സീ യു അഗെയിൻ, ബൈ.